നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. കോട്ടക്കലിൽ അവശനിലയിൽ കണ്ടെത്തിയ ആസാം സ്വദേശി മരണപ്പെട്ട സംഭവത്തിൽ തിരൂരങ്ങാടി സ്വദേശിയടക്കം 4 പേർ പോലീസിന്റെ പിടിയിൽ. നേരത്തെ ചികിത്സയിലിരിക്കെ ആസാം സ്വദേശി മരണപ്പെട്ട സംഭവം കൊലപാതകമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ് പുറത്തുവന്നത്. തലക്കേറ്റ അടിയാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരണം കൊലപാതകമെന്ന് തെളിഞ്ഞത്. കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട പണമിടപാടിലെ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ മുഖ്യപ്രതിയായ തിരൂരങ്ങാടി ചന്തപ്പടി പാറയിൽ വീട്ടിൽ മുഹമ്മദ് നസറുദ്ദീൻ ഷാ, വയലത്തൂർ ഓമച്ചപ്പുഴ തറമ്മൽ വീട്ടിൽ ജുനൈദ, കോട്ടക്കൽ KN ബസാർ കോലം തിരുത്തി വീട്ടിൽ അബ്ദുൾ ബാസിത്ത്, കൽപ്പകഞ്ചേരി മഞ്ഞച്ചോല കടിയപ്പുറം വീട്ടിൽ ഷുഹൈബ് എന്നിവരെയാണ് കോട്ടക്കൽ പോലീസ് പിടികൂടിയത്. കൊല്ലപ്പെട്ട ഹാബിൽ ഹുസൈൻ ലഹരി വിൽപ്പന സംഘത്തിൽപ്പെട്ട ആളായിരുന്നു. ഈ മാസം 1-നാണ് ഹാബിൽ ഹുസൈനെ കോട്ടക്കലിലെ സംഗീത തിയേറ്ററിന് എതിർവശത്തെ പറമ്പിൽ അവശനിലയിൽ കണ്ടെത്തിയത്. ഉടനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും 3-ാം തീയതി മരിച്ചു. മാധ്യമങ്ങളിൽ നിന്നറിഞ്ഞ് ബന്ധുക്കൾ തിരക്കി വന്നതോടെയാണ് ആളെ തിരിച്ചറിഞ്ഞത്. തലയ്ക്ക് ശക്തമായ അടിയേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഹാബിൽ മയക്കുമരുന്ന് സംഘത്തിലെ അംഗമായിരുന്നുവെന്നും ഇവർ തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിൽ തലക്കടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നുവെന്നും കണ്ടെത്തിയത്. തെന്നലയിലെ ഒരു വീട് കേന്ദ്രീകരിച്ച് ഷുഹൈബിന്റെ നേതൃത്വത്തിൽ മുഹമ്മദ് നസറുദ്ദീൻ ഷാ, കൊല്ലപ്പെട്ട ഹാബിൽ ഹുസൈൻ എന്നിവർ വഴി മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നു. ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്ന സൽമ എന്ന ബംഗാളി സ്ത്രീ 2 കിലോ കഞ്ചാവ് ഹാബിലിന് നേരിട്ട് നൽകിയതിലുള്ള വിരോധമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. മുഹമ്മദ് നസറുദ്ദീനും 2-ാം പ്രതി ജുനൈദും കോട്ടക്കൽ പുത്തൂരിൽ നിന്ന് ഹാബിലിനെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കുകയായിരുന്നു. കോട്ടക്കൽ തിരൂരങ്ങാടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് സംഘാംഗങ്ങളാണ് ഇവരെന്നും കേസിൽ പിടിയിലായ മുഖ്യപ്രതി മുഹമ്മദ് നസറുദ്ദീൻ ഷാ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റൌഡി ലിസ്റ്റിൽപ്പെട്ട ആളാണെന്നും DYSP KM ബിജു പറഞ്ഞു. മരണപ്പെട്ട 23-കാരനായ അസം സ്വദേശി ഹാബിൽ ഹുസൈൻ 8 വർഷമായി കേരളത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ്. മുഖ്യപ്രതി നസറുദ്ദീൻ ഷാ അടക്കം 4 പേരെയാണ് പോലീസ് പെരുമ്പാവൂരിൽ നിന്നും ചെനക്കലിൽ നിന്നും മഞ്ചേരിയിൽ നിന്നുമായി അറസ്റ്റ് ചെയ്തത്. മലപ്പുറം DYSP KM ബിജു, കോട്ടക്കൽ പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വലിയാട്ടൂർ, SI സൈഫുള്ള, SCPO ബിജു, ജിനേഷ്, ഡാൻസ് ഓഫ് അംഗങ്ങളായ ജാസിർ, ദിനേഷ്, സാലിം, രഞ്ജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും CCTV കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ഡെസ്ക്, കോട്ടക്കൽ.